എറണാകുളത്ത് പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പഴകിയ ഭക്ഷണം പിടികൂടിയത് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇവർ പതിവായി മറ്റെവിടെയൊക്കെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? അതിനൊക്കെ പുറമെ ഇതെങ്ങനെയാണ് ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനം, അതും പലതവണ ഇവർക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടും മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു. അതിനുശേഷം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കാനാവുന്നത്? ഇവർക്കെതിരെ നേരത്തെ പരാതി ഉയർന്നു. ആ പരാതി എന്ന് പറയുന്നത് സമീപത്തെ തോട്ടിലേക്ക് വേസ്റ്റ് ഒഴുക്കി വിടുന്നു എന്നുള്ളതാണ്. സമീപത്ത് ഒരു കോളനി ഉണ്ടായിരുന്നു, അവിടെയുള്ളവരാണ് പരാതിപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഇവർക്ക് ഫൈൻ ചുമത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇന്നലെ പരാതി ഉയർന്നത്. ഭക്ഷണത്തിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടാകുന്നു, പഴകിയ ഭക്ഷണത്തിൻ്റെ രൂക്ഷഗന്ധം ആണ് പരാതിപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തുകയും പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വെജ് ഫുഡുണ്ട്, അതോടൊപ്പം തന്നെ മീറ്റുമുണ്ട്. മീറ്റൊക്കെ കാലാവധി കഴിഞ്ഞതാണെന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അഴുകിയ ഭക്ഷണമാണ്. അതായത് 13/5/2025 ഇന്നത്തോടു കൂടി ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തോടെ കാലാവധി കഴിഞ്ഞ മാംസമാണ് ഈ കാണുന്നത്. ഈ മാംസമൊക്കെയാണ് ഇവിടുത്തെ ട്രെയിൻ യാത്രക്കാർക്ക് പാചകം ചെയ്ത് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് അകത്തേക്കും കൂടെ കയറിക്കഴിഞ്ഞാൽ, അതായത് ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂടി കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയാനകമായ സാഹചര്യം മനസ്സിലാകും. അവർ ഇപ്പോൾ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരുണ്ട്. മാഡം, രാവിലെ ഇവിടെ വരുന്ന സമയത്ത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അതെ, വളരെ മോശമായിട്ടായിരുന്നു. ഫ്രീസറൊക്കെ ഉണ്ടോ? ഇപ്പം തന്നെ നോക്കിക്കോ, എക്സ്പയറി കഴിഞ്ഞതായിരുന്നു മിക്കതും ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നാളത്തേക്ക് കൂടിയുള്ള ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ബാക്കി എല്ലായിടത്തും മാറ്റുകയാണ് ചെയ്തത്. പുറത്തിരിക്കുന്ന മാംസത്തിന്റെ എക്സ്പയറി കഴിഞ്ഞു, അതൊക്കെ നോക്കുമ്പോൾ അഴുകിയ അവസ്ഥയില്ലേ? അതെ, ഒരു സ്മെല്ല് വരുന്ന അവസ്ഥയിലും ആകെ അഴുകിയ അവസ്ഥയിലായിരുന്നു. ഇതൊക്കെയാണല്ലേ പാചകം ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇത് വന്ദേ ഭാരതിൽ വിതരണം ചെയ്യുന്നതാണെന്നുള്ള വിവരവും ഇല്ലേ? ഇതുണ്ട്, നമുക്കിപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ സ്റ്റിക്കറാണിത്. ഇപ്പോൾ ഇത് അതുകൊണ്ടാണ് വന്ദേ ഭാരതിലോട്ടാണ്, നമ്മൾ ട്രെയിനിലോട്ടാണ് സംഭവം എന്നുള്ള റെയിൽവേ ക്യാൻറ്റീനാണ് ഇത് പറഞ്ഞിരുന്നത്. ട്രെയിനിലോട്ടാണെന്ന് നമുക്കറിയാം. അതാണ് അറിയാൻ പറ്റാത്തത്. ഓരോ കോൺട്രാക്ടർമാർ മാറി മാറി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പറാണ് നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് തരുന്നത്. അവരെയാണ് വിളിച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ലൈസൻസിനായിട്ട് പല പ്രാവശ്യം കൂടി ഈ ഉദ്യോഗസ്ഥയോടൊന്ന് ചോദിക്കാമോ? യാതൊന്നും ചെയ്തിട്ടില്ല. കോർപ്പറേഷന്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതോടെ വ്യക്തമായില്ല. ലൈസൻസ് ഇല്ല, കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് അതെ, FSSAയുടെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കോർപ്പറേഷൻ്റെ ആധികാരികമായിട്ടുള്ള ലൈസൻസ് ഇല്ല. പിന്നെ ലീസിന് കൊടുത്തിരുന്ന സംവിധാനമായിരുന്നു, അങ്ങനെയാണോ പറയുന്നത്? ഇത് വാടകയ്ക്കാണ് ഇത് സംഭവം എന്നാണ് തോന്നുന്നത്. വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ്. കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. നമുക്കിതിൻ്റെ അടുക്കള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു. നേരത്തെ ഫ്രീസർ കണ്ടിരുന്നില്ല, ഫ്രീസറിൽ പഴകിയ മാംസങ്ങളൊക്കെ ഉണ്ട്. അതിൽ എക്സ്പയറി കഴിഞ്ഞത് മാത്രമാണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നും കാലാവധി കഴിയുന്ന മാംസമുണ്ട്, അത് നിലവിൽ പിടിച്ചെടുത്തിട്ടില്ല. ഇതിൻ്റെ നടത്തിപ്പുകാരാരാണെന്ന് സംബന്ധിച്ചൊരു അവ്യക്തത കോർപ്പറേഷനുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഫൈൻ ചുമത്തിയ സമയത്തുള്ള ആളല്ല നിലവിലെ ചുമതലക്കാരൻ. അയാളെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അയാളെ ഫോൺ വിളിച്ചപ്പോൾ, നിലവിലുള്ള ആളെ ഫോൺ വിളിച്ചപ്പോൾ അയാൾ പാലക്കാടാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്നത്. അവരുടെ താമസ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വളരെ നിരുത്തരവാദപരമെന്നുള്ളതല്ല, അതിൽ നമ്മുടെ ട്രെയിൻ യാത്രയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. വൃത്തിഹീനമായ രീതിയിൽ തുടർന്നുള്ള നടപടി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടത്തിപ്പുകാരൻ മാറി വന്ന ആൾ ആരായാലും അയാൾക്കെതിരെ എന്തായാലും നടപടി എടുക്കേണ്ടതുണ്ട്. അയാളിലേക്കുള്ള അന്വേഷണം ഇവരെങ്ങനെയാണ് നടത്താൻ പോകുന്നത്? ഈ ജീവനക്കാരെന്താണ് പറയുന്നത്? നിലവിൽ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ ചുമത്തുക?
തീർച്ചയായിട്ടും നിലവിൽ ഈ സംവിധാനം അടച്ചുപൂട്ടുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നടത്തിപ്പുകാർക്കെതിരെ നടപടി എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ടും ഇതിൻ്റെ നടത്തിപ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇത് റെയിൽവേയുടെ ലൈസൻസ് ഉണ്ടായിരുന്നു. കാരണം റെയിൽവേ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ ആ നടത്തിപ്പുകാരുടെ നിലവാരം ഒക്കെ നോക്കാറുണ്ട്, ലൈസൻസ് ഒക്കെ പരിഗണിക്കാറുണ്ട്. അങ്ങനെ റെയിൽവേക്ക് ഏതെങ്കിലും വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതും കൂടെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കൃത്യമായ നടപടിയിലേക്ക് പോവുക. റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ നടപടി ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നതിൻ്റെ നടത്തിപ്പുകാരാരാണെന്നുള്ളൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. മറ്റൊരു സംശയം, ഈ സ്ഥാപനം ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നതും ഇവർക്കെതിരെ നടപടിയെടുത്തതും. ആ സമയത്ത് പോലും കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടോ എന്നത് ഈ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ? ഈ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ ഇത്ര സംവിധാനം പ്രവർത്തിക്കാൻ കഴിയും? കോർപ്പറേഷൻ ലൈസൻസ് എടുത്ത് തന്നെ വേണം പ്രവർത്തിക്കാൻ. പക്ഷേ ഇവർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നമ്മൾ വന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി 2 തവണ നോട്ടീസ് നൽകിയത്. 2 തവണ നോട്ടീസ് കൊടുത്തിട്ട് ലൈസൻസിന് ഇതുവരെ അപേക്ഷ അവർ സമർപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പരാതി എന്ന് പറഞ്ഞാൽ മലയാളം കാനയിലേക്ക് ആ തോട്ടിലേക്ക് ഒഴുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെ ഇവരെ വിളിച്ച് ഫൈൻ അടപ്പിക്കുകയും നോട്ടീസ് കൊടുക്കുകയും അതുപ്രകാരം STP സംവിധാനം ഒരുക്കുന്നതിനുള്ള സമയം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ അവർ ചെയ്യാത്തതുകൊണ്ടാണ് FSSIയുടെ ഒരു FSSIയുടെ കോർപ്പറേഷൻ്റെ ലൈസൻസാണ് ഇല്ലാത്തത്. FSSIയുടെ രജിസ്ട്രേഷനാണ് കാണാൻ കഴിയുന്നത്. കോർപ്പറേഷൻ ലൈസൻസ് എടുത്തിട്ടില്ല. എന്താണ് നടപടി? ഇത് അടച്ചുപൂട്ടി സീൽ ചെയ്യാനാണ് ഇപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശം. റെയിൽവേയുമായി ബന്ധപ്പെട്ടോ? റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടില്ല. റെയിൽവേ ആയിട്ട് നമ്മൾ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാനദണ്ഡം പാലിക്കേണ്ടത് റെയിൽവേ ആണ്. അവരാണ് ഇതിന് കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടോ മറ്റ് അനുമതികളുണ്ടോ എന്ന് പരിശോധിച്ച് വേണം. അവരാണ് ഇത് ആ രീതിയിൽ അവരുടെ ക്യാൻറ്റീനുകളിലേക്കാണ് കൊടുക്കുന്നത്. നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രവർത്തിച്ചിട്ട് ഒരു വർഷത്തിൽ താഴെയായിട്ടുള്ള കണ്ടെത്താൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു ലൈസൻസ് അപേക്ഷ വന്നാലല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെ കണ്ടെത്താൻ പറ്റുള്ളൂ. ആരാണ് നടന്നത്? പല വരുമ്പോൾ പുതിയ മാനേജർമാരായതുകൊണ്ട് അവർ യാതൊരു കാര്യം പറഞ്ഞിട്ടില്ല. റെയിൽവേക്ക് ഭക്ഷണം നൽകിയിരുന്നുള്ള കാര്യം കൂടി തിരക്കില്ല. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പരിസരവാസികൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. സ്ഥിരീകരിക്കാൻ റെയിൽവേയുമായിട്ട് നമ്മൾ ബന്ധപ്പെടും. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ നമ്മുടെ മുകളിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ഇത് അടച്ചുപൂട്ടുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ സ്റ്റോറേജ് സംവിധാനമാണ്. ഇവിടെയൊക്കെ പച്ചക്കറികളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അരുൺ, ഇതിപ്പോ നാഥനില്ലാ കളരി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരാളുടെയും പേരിൽ ഒരു ലൈസൻസ് ഇല്ല. അതുകൊണ്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ഇനി ബന്ധപ്പെടേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇത് വെള്ളരിക്കാപട്ടണമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. കാരണം ഈ ഭക്ഷണം വിഷമായി വിളമ്പുന്ന അവസ്ഥയാണ് നമ്മൾ കൺമുന്നിൽ കാണുന്നത്. ഇത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇത്രയും നിരുത്തരവാദപരമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ നമ്മുടെ അധികൃതർക്ക് ഇന്നോളവും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനി ഇത് അടച്ചു പൂട്ടിയത് കൊണ്ടുള്ള കാര്യം എന്താണ്? വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് മറ്റൊരിടത്തോ അല്ലെങ്കിൽ ഇവിടെ തന്നെയോ വീണ്ടും തുറന്നു പ്രവർത്തിക്കും, അല്ലേ? കോർപ്പറേഷൻ അധികൃതർക്കും ഇതിൽ എന്താവും പറയാനുള്ളത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ലൈസൻസ് ഉണ്ടോ എന്നുള്ളതല്ല, ഒരു മനുഷ്യന് കൊടുക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു ഇല്ലാത്ത ഒരാൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലൈസൻസ് FSSIയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ കോർപ്പറേഷൻ ലൈസൻസ് കൂടി വേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു കോർപ്പറേഷൻ അധികൃതർ. നേരത്തെ ഇവർക്കെതിരെ ഒരു പരാതി ഉയർന്നിരുന്നു. തൊട്ടടുത്ത തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു എന്നുള്ള പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് വിഭാഗം സ്ഥലത്തെത്തുകയും ഫൈൻ ചുമത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊള്ളണം എന്നൊരു നിർദ്ദേശവും നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ 2 തവണ പറഞ്ഞിട്ടും അവർ ലൈസൻസ് എടുക്കാൻ കൂട്ടാക്കിയില്ല. FSSIയുടെ രജിസ്ട്രേഷനുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തീർത്തും വൃത്തിഹീനമായ ചുറ്റുപാട് എന്നുള്ളത് മാത്രമല്ല, പഴകിയ ഭക്ഷണം കൂടി ഇവർ നൽകാൻ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഒരു വകുപ്പിനെയും നമുക്ക് ചേർത്ത് നിർത്താനോ സംരക്ഷിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ.